ഈശംസിയായിക്ക് സ്തുതിയായിരിക്കട്ടെ. കൊഴുക്കട്ട ശനി കൗതുകമുള്ള പേര് അല്ലേ? 40-ാം വെള്ളിയുടെ തുടർച്ചയാണ് കൊഴുക്കട്ട ശനി. ഒരു പലഹാരവുമായി ബന്ധപ്പെട്ട് നമ്മളുടെ ആചാരങ്ങളിൽ ഇടം പിടിച്ച ഒരു ദിവസം. കൊഴുക്കട്ട ശനിയെപ്പറ്റി ഒരുപാട് പാരമ്പര്യ കഥകളുണ്ട്. കൊഴുക്കട്ട നമ്മുടെ നസ്രാണി പൈതൃകത്തിലെ സവിശേഷമായ പലഹാരമാണ്. ഉള്ളിൽ ശർക്കരക്കൂട്ടുള്ള കല്ലിൻ്റെ രൂപത്തിലുള്ള ഒരു ഭക്ഷണ പദാർത്ഥം. ഒന്നാമത്തെ പാരമ്പര്യം, ഈശോ 40 ദിനരാത്രങ്ങളുടെ ഉപവാസത്തിനൊടുവിൽ വിശന്നു വലഞ്ഞപ്പോൾ പ്രലോഭകൻ കല്ല് അപ്പമാക്കാൻ അവിടുത്തോട് ആവശ്യപ്പെടുന്നുണ്ടല്ലോ. ആ പ്രലോഭനത്തെ ദൈവവചനം കൊണ്ട് അവിടുന്ന് നേരിടുകയും വിജയിക്കുകയും ചെയ്തു എന്നതിൻ്റെ ഓർമ്മയ്ക്കാണ് കല്ലിൻ്റെ രൂപത്തിലുള്ള ഈ പലഹാരം. ഈശോ നേടിയ പാപത്തിൻ്റെ മേൽ, പ്രലോഭനത്തിൻ്റെ മേലുള്ള വിജയത്തെ സൂചിപ്പിക്കുന്നതാണ് അതിനുള്ളിലുള്ള ശർക്കരക്കൂട്ട്. രണ്ടാമതൊന്ന്, ഈശോ ലാസറിനെ ഉയർപ്പിക്കാനായി ബഥാനിയിലേക്ക് പോകുമ്പോൾ അന്നാട്ടുകാർ ആ യാത്രക്കിടയിൽ ഭക്ഷിക്കാനായി ഈശോയ്ക്ക് ഉണ്ടാക്കിക്കൊടുത്ത പലഹാരമാണ് ഈ കൊഴുക്കട്ട എന്ന ഒരു പാരമ്പര്യം. മൂന്നാമതൊന്ന്, ഈശോ താൻ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ച ലാസറിൻ്റെ വീട്ടിൽ ഒരു വിരുന്നിന് പോയപ്പോൾ മർത്തയും മറിയവും ലാസറും ഒക്കെ ചേർന്ന് അദ്ദേഹത്തിന് വേണ്ടി ഈശോയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ സവിശേഷമായ പലഹാരമാണ് കൊഴുക്കട്ട എന്ന പാരമ്പര്യം. വേറൊന്ന്, ബഥാനിയായിലെ വീട്ടിൽ ഈശോ വിരുന്നിനിരിക്കുമ്പോൾ ഒരു സ്ത്രീ വിലയേറിയ ഒരു തൈലം ഈശോയുടെ ശിരസിൽ പൂശിയതായി, ഈശോയുടെ പാദങ്ങളിൽ പൂശിയതൊക്കെ ഉള്ള പാരമ്പര്യങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ ഈ തൈലാഭിഷേകത്തെ ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ പലഹാരം എന്ന ഒരു പാരമ്പര്യമുണ്ട്. ഈ പലഹാരത്തിൽ നടുവിൽ വെച്ചിരിക്കുന്ന ശർക്കരക്കൂട്ട് ഈ സുഗന്ധത്തെ സൂചിപ്പിക്കുന്നു. ഈശോയുടെ മൃതസംസ്കാരത്തിന് വേണ്ടിയാണ് അവൾ ഈ സൽക്കർമ്മം ചെയ്തത് എന്ന് ഈശോ തന്നെ അവളുടെ പ്രവൃത്തിയെ ശ്ലാഘിക്കുന്നുമുണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, ഇത്തരം ഒരുപാട് കഥകളും ഉപകഥകളും കോഴിക്കോട്ടയുമായി ബന്ധപ്പെട്ട് ഉണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? വിശുദ്ധ ഗ്രന്ഥം നമുക്കെല്ലാവർക്കും കരഗതമാകുന്നതിന് മുമ്പ്, എന്ന് പറഞ്ഞാൽ പുസ്തക രൂപത്തിൽ എല്ലാ വീടുകളിലും എത്തുന്നതിനും എത്രയോ കാലങ്ങൾക്ക് മുമ്പ് സുവിശേഷത്തിൻ്റെ സംഭവങ്ങളും നമ്മുടെയൊക്കെ വീടുകളിൽ കഥയായി, ഉപകഥകളായി, അല്ലെങ്കിൽ ആചാരങ്ങളായി, അനുഷ്ഠാനങ്ങളായി പ്രചാരത്തിലുണ്ടായിരുന്നു എന്നതിൻ്റെ സൂചനയാണിതൊക്കെ. വിശുദ്ധ ഗ്രന്ഥം ഒരു പക്ഷേ മലയാളി വായിക്കാൻ തുടങ്ങിയിട്ട് ഒരു 100 വർഷത്തിനപ്പുറം ആയിട്ടില്ല. കാരണം അപ്പോഴേ ഇത് മലയാളത്തിലേക്ക് വഴിമാറ്റം ചെയ്യപ്പെട്ടിട്ടുള്ളൂ. എന്നാൽ അതിനും എത്രയോ കാലങ്ങൾക്ക് മുമ്പ് സുവിശേഷവും അതിൻ്റെ ഓരോ അനുഷ്ഠാനങ്ങളും നമ്മുടെ വീടുകളിൽ പരിചിതമായിരുന്നു എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു കൊഴുക്കട്ട ശനി. എല്ലാവർക്കും കൊഴുക്കട്ട ശനിയുടെ ആശംസകൾ സ്നേഹപൂർവ്വം നേരുന്നു.